വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചു, പിന്നെ ചിരിച്ചു തള്ളി. പക്ഷെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. എന്താണെന്നല്ലേ? കൊറിയൻ ലവ് മരണങ്ങൾ. ഒരു കൊറിയൻ ബോയ് ഫ്രണ്ട് മരിച്ചു എന്ന വിശ്വാസത്തിൽ ജീവനൊടുക്കിയ ഒരു 16 വയസ്സുകാരിയുടെ വീഡിയോ ഞാൻ ഈ അടുത്തിട്ടുള്ളൂ. ഇന്നതാ പത്രത്തിൽ വേറൊരു വാർത്ത. നോർത്ത് ഇന്ത്യയിൽ 3 സഹോദരിമാർ ജീവനൊടുക്കി. പ്രായപൂർത്തി ആകാത്ത 3 പെൺകുട്ടികൾ. ഇറ്റ് വാസ് എ മാസ് സൂയിസൈഡ്. ഒരുമിച്ച് ജീവനൊടുക്കി. എന്താണെന്നറിയാമോ? അവരുടെ പിതാവ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. കാരണം അവർക്കിപ്പോൾ കൊറിയൻ ഗെയിംസ് കളിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദേ ജസ്റ്റ് കിൽ ദംസെൽസ്. 9ാം നിലയിൽ നിന്നുള്ള വിൻഡോയിൽ നിന്ന് എടുത്ത് ചാടി. ആ കുട്ടികളും ഒരു കുറിപ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ മനസ്സിലായോ കൊറിയൻ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന്? സോറി പപ്പ എന്ന് പറഞ്ഞ ആ കുട്ടികൾ ജീവനൊടുക്കി. ഇനി ഇദ്ദേഹത്തിനെക്കുറിച്ച്, ഈ കുട്ടികളുടെ അച്ഛനെക്കുറിച്ച് കുറേ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അദ്ദേഹം 2 കോടി രൂപ കടമുണ്ടായിരുന്നു. ഇനി കുട്ടികളുടെ അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? പിന്നെ ഇയാൾ താമസിച്ചിരുന്ന ഈ കുട്ടികളുടെ കൂടെ 3 സ്ത്രീകളുണ്ടായിരുന്നു. 3 സ്ത്രീകളും ഇയാളുടെ ഭാര്യമാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്നാലും എല്ലാവരും ഒരു കാര്യം പറയുന്നു, ഈ 3 കുഞ്ഞുങ്ങൾക്ക് പരസ്പരം വലിയ ഇഷ്ടമായിരുന്നു, എപ്പോഴും കൂട്ടം കൂടി നടക്കുമായിരുന്നു. പിന്നെ അവർ 2.5 വർഷത്തോളം സ്കൂളിൽ പോയിട്ടില്ല അത്രേ. കടബാധ്യതകൾ കാരണമാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ കൊറിയൻ കൾച്ചർ, കൊറിയൻ ലാംഗ്വേജ്, അവർ കൊറിയൻ ഭാഷയിൽ അന്യോന്യം സംസാരിച്ചിരുന്നു അത്രേ. കൊറിയൻ കൾച്ചർ സ്വീകരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരാണ്. ഒരു കൊറിയൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിതാവ് ഫോൺ എടുത്തത് അവർക്കത് താങ്ങാൻ പറ്റുന്നതിൽ ഏറെയായിരുന്നു. എനിക്ക് തോന്നുന്നു കാശിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അച്ഛൻ ആ ഫോൺ വിൽക്കാൻ ശ്രമിച്ചു വിറ്റു തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഈ കടുങ്കൈ ചെയ്തത്. വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ നടക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇത്ര വലിയ കൊറിയൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ എന്താണ്? എൻ്റെ മോളും ഒരു പ്രായത്തിൽ ഭയങ്കര ഒരു കൊറിയൻ ഫാനായിരുന്നു, BTS ഫാനൊക്കെ ആയിരുന്നു. ഇപ്പോഴും സൂഷി ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഒരു ഫേസ് കഴിയുമ്പോഴേക്കും അതങ്ങ് വിട്ടു. ഇപ്പോഴും കൊറിയൻ മൂവീസ്, സീരീസ് ഒക്കെ കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ബട്ട് ഇങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ഒരു അഡിക്ഷൻ വന്നത്? ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതാണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഈ കുട്ടികളെ ഇത്രമാത്രം ഭ്രമിപ്പിക്കാൻ മാത്രം എന്തുണ്ട് ഈ കൊറിയൻ സിസ്റ്റത്തിൽ? എനിക്ക് തോന്നുന്നത് എല്ലാവരും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കൊറിയൻ ആൾക്കാർ അവരുടെ ഗ്ലാസ് സ്കിൻ, അവരുടെ സ്കിൻ കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാച്ചിലാണിപ്പോൾ. അവിടുത്തെ ആണുങ്ങളെ പോലെയുള്ള നല്ല ബേബി സ്കിന്നും നല്ല ക്ലീൻ ഷേവണും നല്ല സ്ലെൻഡർ ലുക്കുള്ള ആണുങ്ങളെയാണ് എല്ലാവർക്കും ഇഷ്ടം. അവിടുത്തെ പോപ്പ് സ്റ്റാർസ്, അവിടുത്തെ എല്ലാ സെലിബ്രിറ്റീസിനെയും കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് സെയിം പ്രൊപ്പോർഷനാണ്. അവരുടെ അരക്കെട്ട് ഇത്രയുണ്ടാവും, നെഞ്ച് ഇത്രയുണ്ടാവും. ദേ ഡു കോസ്മെറ്റിക് സർജറി ടു ഡു ലുക്ക് അലൈക്ക്. എല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്, ഒരു വെറൈറ്റി ഇല്ല. പക്ഷേ അത് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ഇത്ര ഒരു ഭ്രമം പിടിക്കാൻ മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത്? വാട്ട് ഈസ് ഹാപ്പനിങ്? 3 കുഞ്ഞുങ്ങൾ, ഒരാൾ 16 വയസ്സ്, ഒരാൾ 12 വയസ്സ്, ഒരാൾ 8 വയസ്സ്. അവരുടെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ തന്നെ കൊറിയൻ സ്റ്റാർസിനെ പോലെ ഇങ്ങനെ നിന്നൊരു പ്രത്യേക ഒരു കൊറിയൻ ടൈപ്പ് ലുക്കൊക്കെ ആയിരുന്നു. എനിക്ക് ആ ഫോട്ടോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. എനിവേ ഇറ്റ് ഈസ് വെരി സാഡ്. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ മക്കൾക്ക് ഈ കൊറിയൻ കൾച്ചർ ഇൻഫ്ലുവൻസ് ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം അത്രയ്ക്ക് ഭയങ്കരമാണോ? വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ കിഡ്സ്? വാട്ട് ഈസ് ദിസ് കൊറിയൻ ലവ്?